السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله كفى والصلاة والسلام على نبيه المصطفى وعلى آله وأصحابه الذين هم أهل الصدق والوفاء. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. وما أبرئ نفسي إن النفس لأمارة بالسوء إلا ما رحم ربي إن ربي غفور رحيم. صدق الله العلي العظيم وصدق وبلغنا رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. من طلب محامد الناس بمعاصي الله عاد حامده له داما. قال رسول الله يا سيدي سندي غوثي ويا مددي كلي ظهيرا على الأعداء بالمدد مجير عرضي وخذ بيدي مدى مددي خليفة الله فينا محيي الدين يا محيي الدين يا محيي الدين يا محيي الدين عبد القادر جيلاني يعلم أمة محمد. ബഹുമാനമുള്ള സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ അവൻ്റെ പൊരുത്തത്തിലും അവൻ്റെ കാവലിലുമായി ജീവിച്ച് ഈ ലോകത്തുനിന്ന് നമ്മൾ വേർപിരിയുന്ന നേരം അള്ളാഹു നമുക്ക് കണക്കാക്കിയത് എപ്പോഴാണോ അന്നേരത്ത് ഈമാൻ സലാമത്തായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് സ്വർഗം കണ്ട് പുഞ്ചിരി തൂകി മരിക്കാൻ അവൻ വിധി നൽകട്ടെ. എല്ലാവിധ ആപത്ത് മുസീബത്തിൽ നിന്നും അള്ളാഹു നമ്മെയും ബന്ധപ്പെട്ട ആളുകളെയൊക്കെയും കാത്ത് രക്ഷിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇവിടെ നടന്നു വരുന്ന തസ്കിയത്ത് പ്രഭാഷണ പരിപാടിയിൽ ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഈ ഉള്ളവനാണ്. എനിക്ക് മുമ്പ് ഒരുപാട് പ്രഭാഷകന്മാർ പല ആഴ്ചകളിലായി കാര്യമാത്രമായ അർത്ഥഗർഭമായ പല വിഷയങ്ങളും നിങ്ങളുടെ മുമ്പാകെ ചർച്ച ചെയ്തിട്ടുണ്ടാകും. ഏതാനും ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ മുമ്പാകെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. അള്ളാഹു എന്നെയും നിങ്ങളെയും ഒക്കെ ഈ ലോകത്തേക്ക് പടച്ചത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്ന വർഗത്തിനെയും മനുഷ്യവർഗത്തിനെയും എനിക്ക് ഇബാദത്ത് ചെയ്യാനല്ലാതെ ഞാൻ പടച്ചിട്ടില്ല എന്ന് അള്ളാഹു തആല പറയുന്നു. അള്ളാഹു നമ്മെ സൃഷ്ടിച്ചതിൻ്റെ കാതലായ ലക്ഷ്യം അള്ളാഹുവിനിക്ക് ഇബാദത്തെടുക്കുക എന്നുള്ളത് മാത്രമാണ്. ഇവിടെ നമ്മൾ ഇബാദത്ത് ചെയ്തു. ഈ ദുനിയാവ് നാളെ ആഖിറത്തിലേക്കുള്ള ഒരു കൃഷിസ്ഥലമാണ്. ഈ കൃഷിസ്ഥലത്ത് നാം നാളേക്ക് വേണ്ട സ്വാലിഹായ അമലുകളാണ് കൃഷി ചെയ്യേണ്ടത്. അതിനെയാണ് നമുക്ക് നാളെ കണ്ടെത്താൻ കഴിയുന്നത്. യജമാനനായ അള്ളാഹുവിനെ നമുക്ക് കാണണമെന്നുണ്ടെങ്കിലും നാം ചെയ്യേണ്ടത് സ്വാലിഹായ അമലാണ്. വമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹൻ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ.
സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു തആല പറയുന്നു, ഫമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി, തൻ്റെ റബ്ബിനെ കണ്ടുമുട്ടണം എന്ന് വല്ലവരും ആഗ്രഹിച്ചാൽ, യജമാനനായ റബ്ബിനെ കാണണമെന്ന് കൊതിച്ചാൽ, അങ്ങനെ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഫൽയഅമൽ അമലൻ സ്വാലിഹ, അവൻ സ്വാലിഹായ അമല് ചെയ്തു കൊള്ളട്ടെ എന്ന് അല്ലാഹു തആല പറയുകയാണ്. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ, അവൻ ചെയ്യുന്ന ഇബാദത്തിൽ മറ്റൊന്നിനെയും അവൻ പങ്കു ചേർക്കാതിരിക്കട്ടെ, ശിർക്ക് ചെയ്യാതിരിക്കട്ടെ. മറ്റുള്ളവർ കാണാൻ വേണ്ടി, മറ്റുള്ളവർ കേൾക്കാൻ വേണ്ടി, മറ്റുള്ളവർ നല്ലത് പറയാൻ വേണ്ടി, മറ്റുള്ളവരുടെ മുന്നിൽ പേരെടുക്കാൻ വേണ്ടി, പ്രശസ്തി പത്രത്തിന് വേണ്ടി, മറ്റുള്ളവൻ്റെ കയ്യടി കിട്ടാൻ വേണ്ടി, അവൻ്റെ പ്രശംസയ്ക്ക് വേണ്ടി, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് നിഷ്ഫലമാണ്, ഫലം കിട്ടുകയില്ല. ആ കയ്യടി ഇവിടെ കിട്ടിപ്പോയി, പ്രശസ്തി പത്രം കിട്ടിപ്പോയി, അതുപോലെ തന്നെ അവാർഡുകൾക്ക് വേണ്ടിയാണോ അതിവിടെ കിട്ടിപ്പോയി, നാളെ നമുക്കതിൽ നിന്നൊന്നും തന്നെ കിട്ടാനില്ല. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹു വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹു, ആരെങ്കിലും ഒരണുവാളം നന്മ ചെയ്താൽ അതവൻ കാണും, ആരെങ്കിലും അണുവാളം തിന്മ ചെയ്താൽ അതവനും കാണും. സൂറത്ത് സിൽസാലിൽ അല്ലാഹു തആല പറയുന്നതാണ്. മറ്റൊരായത്ത് നോക്ക് നിങ്ങൾ, അം ഹസിബല്ലദീന ജ്തറഹുസ്സിയ്യാതി അൻ നജഅലഹും കല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാതി സവാഉം മഹിയാഹും വമമാതുഹും സാഅ മാ യഹ്കുമൂൻ. പാപം പ്രവർത്തിക്കുന്നവരെ നാം സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവരെ പോലെ ആക്കുമെന്നാണോ അവർ ധരിച്ചിരിക്കുന്നത്? അം ഹസിബല്ലദീന ജ്തറഹുസ്സിയ്യാത് അൻ നജഅലഹും കല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത്, പാപം പ്രവർത്തിക്കുന്നതായ ആളുകൾ അവർ വിചാരിക്കുന്നുവോ നാം സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവരെ പോലെ ആക്കുമെന്ന്? സവാഉം മഹിയാഹും വമമാതുഹും സാഅ മാ യഹ്കുമൂൻ, അഥവാ അവരിരുവരുടെയും ജീവിതവും മരണവും സമമാകുമെന്നവർ വിചാരിക്കുന്നുവോ? അവരുടെ തീരുമാനം എത്ര ചീത്തയാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന് വേണ്ടി നാം നല്ലത് ചെയ്യുക. വല്ലദീന കസബു സയ്യാത്തി ജസാഉ സയ്യത്തിൻ ബിമിസ്ലിഹാ, പാപം പ്രവർത്തിക്കുന്നവർക്ക് പ്രതിഫലം തത്തുല്യമായ തിന്മ തന്നെയാണ്. അള്ളാഹുവിന് വേണ്ടി നാം പ്രവർത്തിക്കുമ്പോൾ നന്മയാണ് നാം ചെയ്യേണ്ടത്, നല്ലത് ചെയ്യുക. ചീത്ത പ്രവൃത്തികൾ നമ്മൾ ഒഴിവാക്കുക. ഇൻ തജ്തനിബു കബായിറ മാ തുൻഹൗന അൻഹു നുകഫിർ അൻകും സയ്യാതികും വനുദ്ഖിലുകും മുദ്ഖലൻ കരീമാ, നിങ്ങളോട് വിലക്കിയവൻ പാപങ്ങൾ വർജിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ നാം പുറത്തു തരുന്നതാണ്. മാത്രമല്ല വനുദ്ഖിലുകും മുദ്ഖലൻ കരീമാ, മാന്യമായ സ്ഥാനത്ത് നിങ്ങളെ നാം പ്രവേശിപ്പിക്കുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ തന്നെ പറയുന്നു, വമാ ഉബരിഉ നഫ്സി ഇന്നൻ നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ ഇല്ലാ മാ റഹിമ റബ്ബി ഇന്ന റബ്ബി ഗഫൂറുർ റഹീം. നോക്കൂ, എൻ്റെ മനസ്സ് കുറ്റമറ്റതാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. സൂറത്ത് യൂസുഫിൽ അല്ലാഹു തആല പറയുകയാണ്, ഞാൻ അവകാശപ്പെടുന്നില്ല. തീർച്ചയായും മനുഷ്യ മനസ്സ് പാപപ്രേരകമത്രേ. എൻ്റെ നാഥൻ കരുണ കാണിച്ചാലല്ലാതെ എൻ്റെ രക്ഷിതാവ് ഏറെ പൊറുക്കുന്നവനും പരമകാരുണ്യകനുമാണ്. വമാ ഉബരിഉ നഫ്സി ഇന്നൻ നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂഇ ഇല്ലാ മാ റഹിമ റബ്ബി, എൻ്റെ നാഥൻ കരുണ കാണിച്ചാലല്ലാതെ എൻ്റെ മനസ്സ് കുറ്റമറ്റതാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. ഇന്ന റബ്ബി ഗഫൂറുർ റഹീം,
എൻ്റെ രക്ഷിതാവ് ഏറെ പൊറുക്കുന്നവനും പരമകാരുണ്യകനുമാണ്. സൂറത്ത് യൂസുഫിൽ 53-ാമത്തെ ആയത്താണ് പ്രിയപ്പെട്ടവരെ ഇത്. നമ്മൾ നോക്കൂ, നമ്മൾ നന്മ ചെയ്യണം, നല്ലത് പ്രവർത്തിക്കണം, നല്ലത് വിചാരിക്കണം. നമ്മൾ ഹുസ്നുൽ-ളന്നാണ് നമുക്ക് ആവശ്യം. നേരെ മറിച്ച് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ, നമ്മൾ വഅദ് പറയുന്നതും അതുപോലെ തന്നെ യുദ്ധം ചെയ്യുന്നതും, നമ്മൾ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നതും, ദാനം നൽകുന്നതും, ധർമ്മം കൊടുക്കുന്നതും എന്ന് വേണ്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ഉദാഹരണം പറയുക. ഇപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് നമ്മുടെ മുന്നിലുള്ളത്. പല ആളുകളും പാവങ്ങൾക്ക് വേണ്ടി പലതും ചെയ്തു കൊടുക്കും. പാവങ്ങൾക്ക് അരി കൊടുക്കുന്നവരുണ്ട്, തുണി കൊടുക്കുന്നവരുണ്ട്, പാർപ്പിടം കൊടുക്കുന്നവരുണ്ട്. ഇതൊക്കെ നാളെ വോട്ട് കിട്ടണം, ഒരു രാഷ്ട്രീയ അടവ് മാത്രമായിട്ടത് ചെയ്താൽ കിട്ടുന്നവർക്ക് വീട് കിട്ടും, തുണി കിട്ടും, അരി കിട്ടും, പണി കിട്ടും. പക്ഷേ കൊടുത്തവനൊന്നും ലഭിക്കാനില്ല. ഇവിടെ അവന് പേര് മാത്രമാണ്. നേരെ മറിച്ച് ഇത് റഹ്മാനായ റബ്ബിൻ്റെ പൊരുത്തം ആഗ്രഹിച്ചു കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ അവന് വിജയിക്കാൻ സാധിക്കും. മൻ ത്വലബ മഹാമിദൻ നാസി ബിമആസില്ലാഹി അദഹാമിദഹു ലഹു ദഅമ്മ. മഹാനായ ഇബ്നു ഹിബ്ബാൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ ത്വലബ മഹാമിദൻ നാസ് ബിമആസില്ലാഹ്, അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ആളുകളുടെ പ്രശംസ തേടുന്നവൻ്റെ അവസ്ഥ എന്താ? ഹാദഅമിദഹു ലഹു ദഅമ്മ, അവൻ്റെ സ്തുതിപാഠകന്മാർ അവൻ്റെ ആക്ഷേപകരായി മാറുക തന്നെ ചെയ്യും. അള്ളാഹുവിനെ ധിക്കരിച്ചു മൻ ത്വലബ മഹാമിദന്നാസ്, ജനങ്ങളുടെ പ്രശംസ, ജനങ്ങൾ നല്ലവൻ, ആൾ ഉഷാറാണ്, നല്ല മൂല്യരാണ്, നല്ല നേതാവാണ്, ലോകത്തറിയപ്പെടുന്ന ആളാണ്, മറ്റാളെടുക്ക് സ്ഥാനമുണ്ട്, മന്ത്രിമാരെടുക്ക് സ്ഥാനമുണ്ട്, മുഖ്യമന്ത്രിൻ്റെ അടുത്തും പ്രധാനമന്ത്രിൻ്റെ അടുത്തും ലോക നേതാക്കളുടെ അടുക്കലൊക്കെ പേര് കിട്ടുന്ന ആളാണ് എന്നൊക്കെ ഇങ്ങനെ കൊട്ടിഘോഷിച്ചു കൊണ്ടൊക്കെ നടക്കും. ജനങ്ങൾ എന്തു പറയണം? ജനങ്ങൾ പ്രിയപ്പെട്ടവരെ പലരെയും വിലയിരുത്തുന്നത് കേട്ടിട്ടില്ലേ? ചില ആളുകളൊക്കെ പേരെടുത്തിട്ട് പറഞ്ഞിട്ട് അള്ളാഹു ഒരു കാര്യം ചെയ്യുന്നില്ലെങ്കിൽ ഇന്നയാളറിയാതെ ഒരു കാര്യം അള്ളാഹു നടപ്പാക്കുന്നില്ല എന്നൊക്കെ പുകഴ്ത്തി പറയുന്നില്ലേ ചിലരെ സംബന്ധിച്ച്? അങ്ങനെയൊക്കെ വന്നാൽ മൻ ത്വലബ മഹാമിദന്നാസ് ബിമആസില്ലാഹ് അദഹമിദഹു ലഹു ദഅമ്മ, അങ്ങനെ പ്രശംസ, ജനങ്ങളുടെ പ്രശംസ തേടിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ സ്തുതി പാഠകന്മാർ അവൻ്റെ ആക്ഷേപകരായി മാറുക തന്നെ ചെയ്യും. ഒരു കാലത്ത് പുകഴ്ത്തി പറഞ്ഞ ആളുകൾ പിന്നീട് അവരെ തള്ളിപ്പറയുന്നൊരു ഘട്ടം വരും. ഇത് ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാ. നമുക്ക് തന്നെ കേരളത്തിൽ നമ്മുടെ പ്രസ്ഥാന രംഗത്തൊക്കെ നോക്കുമ്പോൾ പലരുടെയും അവസ്ഥയൊക്കെ നമ്മൾ കാണുന്നില്ലേ? ഇല്ലേ? ഒരു കാലത്ത് പുകഴ്ത്തി പറഞ്ഞവർ പിന്നീട് തള്ളിപ്പറഞ്ഞുകൊണ്ട് കൂട്ടം വിട്ട് പോരുന്നതൊക്കെ നമ്മൾ കാണുന്നില്ലേ പ്രിയപ്പെട്ടവരെ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സയുസീബു ഉമ്മത്തി ദാഉൽ ഉമമി അൽ അശറു വൽ ബത്റു വത്തകാസുറു വത്തശാഹുനു ഫിദ് ദുനിയ വത്തബാഗുലു വത്തഹാസുദു ഹത്താ യകൂനൽ ബഗ്യു. ഇമാം ഹാക്കിം റിവായത്ത് ചെയ്ത ഹദീസാണ്. ഇതര സമൂഹങ്ങളുടെ രോഗം എൻ്റെ സമുദായത്തെയും ബാധിക്കും. സയുസീബു ഉമ്മത്തി ദാഉൽ ഉമമി, മറ്റുള്ള ആളുകൾക്ക്, ഇതര സമുദായങ്ങൾക്ക് ബാധിച്ച രോഗം എൻ്റെ സമുദായത്തെയും ബാധിക്കും. ഏതൊക്കെയാണത്? അൽ അശറു വൽ ബത്റു വത്തകാസുറു വത്തശാഹുനു ഫിദ് ദുനിയ വത്തബാഗുലു വത്തഹാസുദു ഹത്താ യകൂനൽ ബഗ്യു, അഥവാ അഹങ്കാരം, അനുഗ്രഹ നിഷേധം, അഹങ്കാരികളായി നടക്കുക, അതുപോലെ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ നിഷേധിക്കുക, വത്തകാസുറു, പെരുമ കാണിക്കുക. നമുക്ക് അങ്ങനെ ഉണ്ട്, എത്ര ഉണ്ട്, ഇത്ര ഉണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പെരുമ കാണിക്കുക. അതുപോലെ തന്നെ ശത്രുത പുലർത്തുക. വത്തശാഹുനു ഫിദ് ദുനിയ, അതുപോലെ തന്നെ വത്തബാഗുലു വത്തഹാസുദു,
അസൂയ കാണിക്കുക, വിദ്വേഷം പുലർത്തുക. ഹത്താ യകൂനൽ ബഗിയു, അതിലാണ് അന്യോന്യം അക്രമങ്ങൾ ഉണ്ടാകുന്നു. അന്യോന്യം അക്രമങ്ങൾ പിടിപെടുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ കാര്യമാണ് പ്രിയപ്പെട്ടവരെ ഇത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ കാര്യം വളരെ വ്യക്തമായി നമ്മളോട് സൂചിപ്പിക്കുകയാണ്. നമ്മൾ ചെയ്യുന്ന അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്തുനിന്ന് പ്രതിഫലം കിട്ടണം എന്നുള്ളതല്ലാതെ ജനങ്ങൾ പ്രശംസിക്കണം, ജനങ്ങൾ പുകഴ്ത്തി പറയണം, ജനങ്ങളുടെ കയ്യടി കിട്ടണം, അവരുടെ സർട്ടിഫിക്കറ്റ് വേണം എന്നുള്ള ഉദ്ദേശത്തിലല്ല വേണ്ടത്. എൻ്റെ റബ്ബ് അവൻ്റെ പ്രതിഫലമാണ് കിട്ടേണ്ടത്. ഇന്ന് നോക്ക്, നിങ്ങൾ ചെറിയൊരു ധർമ്മം ചെയ്യുകയാണെങ്കിൽ പോലും കൊട്ടി ഘോഷിച്ചുകൊണ്ട് ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും ചെയ്താൽ അതൊക്കെയും വീഡിയോ എടുത്ത് പ്രശംസ പിടിച്ചു പറ്റാൻ വേണ്ടി, കയ്യടി കിട്ടാൻ വേണ്ടി ഇതിനൊക്കെയാണ് ചെയ്യുന്നത് അല്ലേ? ചെറിയൊരു കവറിൽ എന്തെങ്കിലും ഒന്ന് കൊടുക്കുമ്പോഴേക്കും വലിയ സ്റ്റേജ് കെട്ടിയിട്ട് അതിൽ വെച്ച് വിളംബരം ചെയ്താ കൊടുക്കുന്നത്. ശരിക്ക് ദാനധർമ്മങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെയാണോ? വമുതസദ്ദിഖുൻ അഖ്ഫത്തസദ്ദുക ലം യകുൻ ബിമാ അൻഫഖത യുംനാഹു ഇൽമു ശിമാലി. 7 കൂട്ടർക്ക് നാളെ അർശിൻ്റെ തണൽ കൊടുക്കുമ്പോൾ ഒരു കൂട്ടർ സ്വതക്ക ചെയ്ത മനുഷ്യന്മാർ വലത്തെ കൈ കൊണ്ട് കൊടുത്താൽ ഇടത്തെ കൈ പോലും അറിയുകയില്ല. അങ്ങനെ പരമമായി രഹസ്യമായി സ്വതക്ക ചെയ്യുന്ന ആളുകൾ, പരമരഹസ്യമായി സ്വതക്ക ചെയ്യുന്ന ആളുകൾക്ക് നാളെ അർശിൻ്റെ തണൽ കിട്ടും. പ്രശസ്തിക്ക് വേണ്ടിയിട്ടോ പെരുമക്ക് വേണ്ടിയിട്ടോ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടോ അല്ല. ധർമ്മം കൊടുത്തവനും തണൽ ലഭിക്കുന്നതാ, രഹസ്യത്തിലാകണമെന്നതും വേണ്ടുന്നതാ. ലോകപ്രശംസക്കുള്ള ധർമ്മം നഷ്ടമാ, തേങ്ങക്ക് പാലില്ലെങ്കിൽ എന്തൊരു കഷ്ടമാ. വലത്തെ കൈ കൊണ്ട് കൊടുത്താൽ ഇടത്തെ കൈ പോലും അറിയില്ല. ഇങ്ങനെ സ്വതക്ക ചെയ്യുന്ന ആളുകൾ എത്രയുണ്ട് പ്രിയപ്പെട്ടവരെ. കിതാബിൽ നമുക്ക് നോക്കിയാൽ കാണാം പഴയ ആളുകളുടെയൊക്കെ അവസ്ഥ. അവർ വല്ലവർക്കും ധർമ്മം ചെയ്യുകയാണെങ്കിൽ അവർ കണ്ണുപൊട്ടന്മാരെയാണ് തിരഞ്ഞെടുത്തിരുന്നത്. എന്താ കാരണം? ആരാണ് കൊടുത്തത് എന്നുള്ളത് അറിയുകയില്ല. ആ നിലയ്ക്ക് രഹസ്യമാകാൻ വേണ്ടി കണ്ണ് കാണാത്തവരെ തിരഞ്ഞെടുക്കും. അതല്ലെങ്കിൽ ഫക്കീറന്മാർ, മിസ്കീന്മാർ സഞ്ചരിക്കുന്ന വഴിയോരത്ത് ധർമ്മത്തിനുള്ളതായ സാധനങ്ങൾ കൊണ്ടുപോയി വെക്കും. അവരെടുത്തു പോയിക്കോട്ടെ, എന്നാലും കൊടുത്തവനാരാണെന്നറിയില്ലല്ലോ. പ്രതിഫലം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫക്കീറന്മാരുടെയോ മിസ്കിന്മാരുടെയോ ഭാണ്ഡത്തിൽ അത് വെച്ച് കെട്ടും, അല്ലെങ്കിൽ അവരുടെ വസ്ത്രത്തിലോ മറ്റോ അത് വല്ല കെട്ടിപ്പിടിപ്പിച്ച് വെക്കും. ആളറിയാതിരിക്കാൻ. ഇന്നങ്ങനെയാണോ? അല്ല. ഇന്നൊക്കെ എടുത്തു പറഞ്ഞിട്ട്, പേര് പറഞ്ഞിട്ട് അങ്ങനെയല്ലേ കൊടുക്കുന്നത്. നിങ്ങൾ നോക്ക് പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയ നമ്മുടെ സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, ചമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ജനറൽ സെക്രട്ടറിയൊക്കെയായ കുഞ്ഞാപ്പു ഹാജി, ചെമ്മുക്കൻ കുഞ്ഞാപ്പു ഹാജി, അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും ഒക്കെ നൽകട്ടെ. വളരെയേറെ ദാനങ്ങൾ ചെയ്യുന്ന മനുഷ്യനാണ്, ധർമ്മം ചെയ്യുന്ന മനുഷ്യനാ. എന്തെങ്കിലും ഒരു പ്രയാസം മൂപ്പരടുക്കൽ ആരെങ്കിലും ചെന്ന് പറഞ്ഞാൽ, ഒരു സഹായം ആവശ്യപ്പെട്ടാൽ തൻ്റെ കുപ്പായ കീശയിലേക്ക് കൈയിട്ട് അതിലെന്താണോ ഉള്ളത് എണ്ണി നോക്കുക പോലും ചെയ്യാതെ അതെടുത്ത് കൊടുക്കും. ഞാൻ തന്നെ പലപ്പോഴും പല പള്ളിപ്പിരിവിനും അതുപോലെ മറ്റുള്ള സഹായത്തിന് വേണ്ടിയിട്ടൊക്കെ പല ആളുകൾക്കും വേണ്ടിയിട്ട്, പിരിവിന് വേണ്ടിയിട്ട്, ചില പാവപ്പെട്ട ആളുകളുടെ വീട് നിർമ്മാണം, അതുപോലെ തന്നെ പല പള്ളിപ്പിരിവുകൾ, ഇതിനൊക്കെ ചെന്നപ്പോൾ എനിക്കുണ്ടായ അനുഭവമാണ്. അദ്ദേഹം കുപ്പായ കീശയിലേക്ക് അങ്ങ് കൈയിട്ട് എത്രയാണെന്ന് എണ്ണി നോക്കുക പോലും ചെയ്യാതെ അങ്ങനെ എടുത്തു തരും. ഞങ്ങളെ തൊട്ടടുത്ത് ഒരു പള്ളിക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു പിരിവിന് പോയപ്പോൾ പ്രിയപ്പെട്ടവരെ, അദ്ദേഹം അങ്ങനെ എടുത്തു തന്നു. ഞങ്ങൾ എണ്ണി നോക്കുമ്പോൾ 10,000 രൂപയായിരുന്നതുണ്ടായിരുന്നത്. എണ്ണിയിട്ടില്ല അദ്ദേഹം തൻ്റെ കീശയിൽ കൈയിട്ട് അതിങ്ങോട്ട് എടുത്തു തന്നു. അതാണ് ധർമ്മം. വലത്തെ കൈ കൊണ്ട് കൊടുത്താൽ ഇടത്തെ കൈ പോലും അറിയാതെ. എന്നങ്ങനെയല്ല, ഞാൻ അത്ര കൊടുത്തു, ഇത്ര കൊടുത്തു, ആ കൊടുത്തതിൻ്റെ റെസീറ്റ് അവർക്ക് വേണം, അത് 4 ആളെ മുമ്പിൽ പ്രദർശിപ്പിക്കണം, അല്ലെങ്കിൽ ഇത്ര കൊടുത്തു എന്ന് വിളിച്ചു പറയണം. ഇതൊക്കെയല്ലേ ഇന്നത്തെ അവസ്ഥ. അള്ളാഹുവിൻ്റെ പൊരുത്തമാണോ ആഗ്രഹം? അള്ളാഹുവിൻ്റെ പൊരുത്തമാണ്. വമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹ.
അതുപോലെ തന്നെ വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, ഇഖ്ലാസോടുകൂടെ നിഷ്കളങ്കമായിട്ട് അമൽ ചെയ്യുവാനാണ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുമ്പോൾ അത് മുഖ്ലിസായ നിലക്ക്, നിഷ്കളങ്കമായ നിലക്ക്, നിഷ്കപടമായ നിലക്ക് അങ്ങനെ ചെയ്യാനാണ് കൽപ്പിക്കപ്പെട്ടത്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴേ പ്രിയപ്പെട്ടവരെ നമുക്ക് നന്മയുള്ളൂ. അത് പള്ളിക്ക് സഹായിക്കുമ്പോഴും മദ്രസക്ക് സഹായിക്കുമ്പോഴും യതീംഖാനക്ക് സഹായിക്കുമ്പോഴുമൊക്കെ പാവപ്പെട്ട ആളുകൾക്ക് ദാനധർമ്മങ്ങൾ നൽകുമ്പോഴൊക്കെ അത് രഹസ്യത്തിലായി ചെയ്യുമ്പോഴാണ് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ളതായ പ്രതിഫലം നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇല്ലെങ്കിൽ അത് ഇവിടെ തന്നെ നിഷ്ഫലമായി പോകും. ഇവിടെ അതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടേണ്ടത് എന്താ? നമ്മൾ കൊതിച്ചത് കിട്ടി, വലിയ ധർമ്മിഷ്ഠനാണെന്ന് പറയാനാണോ അതിവിടെ പറഞ്ഞു പോയി. അതുപോലെ തന്നെ നമ്മൾ എന്താണോ ഉദ്ദേശിച്ച ദുനിയാവിൽ അതിവിടെ കിട്ടിപ്പോയി, നാളെ ആഖിറത്തിലേക്ക് നമുക്കൊന്നും തന്നെ ഉണ്ടാകില്ല. അല്ലാഹ് നമുക്ക് നാളെ ചെല്ലുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇതൊന്നും നിഷ്ഫലമായി പോകാൻ പാടില്ല, നിഷ്ഫലമാകാൻ പാടില്ല. നമ്മൾ കൊടുത്തതൊന്നും പഴയ കാലത്തൊക്കെ ഉള്ള ആളുകൾ നോക്കി, എത്രയോ ഏക്കറക്കണക്കിന് സ്ഥലം പള്ളികൾക്ക് വേണ്ടി ദാനം ചെയ്തവർ, മദ്രസകൾക്ക് വേണ്ടി ദാനം ചെയ്തവർ, അവരൊക്കെ ആഗ്രഹിച്ചതെന്താ? എനിക്ക് നാളെ ചെന്ന് കിടക്കുന്ന ഖബറിൽ സുഖം കിട്ടണം, അതുപോലെ തന്നെ മഹ്ശറ ലോകത്ത് എനിക്ക് അർശിൻ്റെ തണൽ ലഭിക്കണം, എനിക്ക് സിറാത്ത് പാലത്തിലൂടെ മിന്നൽ വേഗതയിൽ കടക്കണം, എനിക്ക് ഹൗദുൽ കൗസർ കുടിക്കണം, എൻ്റെ മീസാൻ ഇതിൽ നന്മകൾ നാളെ ഭാരം തൂങ്ങണം. ഇതൊക്കെയാ ലക്ഷ്യം. പഴയ കാലത്ത് നമ്മുടെ ഉമ്മമാർ, നമ്മുടെ സഹോദരിമാർ വഅദിൻ്റെ സദസ്സിൽ വെച്ച് കാതിലെയും അതുപോലെ കഴുത്തിലെയും കയ്യിലെയും ഒക്കെ ആഭരണങ്ങൾ ഉരിക്കൊണ്ട് വഅദിലേക്ക് ധർമ്മം ചെയ്യുമ്പോൾ ചിലപ്പോൾ കൊടുത്ത ആളുടെ പേര് പോലും പറയാതെ പവൻ കണക്കിന് കൊടുത്താൽ പോലും ഒരു അനുഭാവി എന്ന് പറയും. കാരണം എന്താ? അത് പറഞ്ഞിട്ട്, ആളെ പേര് പറഞ്ഞിട്ട് അതിൻ്റെ ഫലം ഇവിടെ നഷ്ടപ്പെടുത്തിക്കൂടാ എന്ന നിർബന്ധ ബുദ്ധി അവർക്കുള്ളത് കൊണ്ടാണ് അങ്ങനെയൊക്കെ ദാനം ചെയ്തത്. അങ്ങനെ ഉണ്ടാക്കിയ പള്ളികൾ, ആത്മാർത്ഥതയോടുകൂടെ ഉണ്ടാക്കിയ പള്ളികൾ, അങ്ങനെയുള്ള മദ്രസകൾ, അങ്ങനെയുള്ള യതീംഖാനകൾ എത്രയുണ്ട്. ഇന്നോ പേരിന് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി ഉണ്ടാക്കിയവൻ്റെ പേര് പള്ളിയുടെ മുകളിൽ എഴുതി വെക്കണം, അല്ലെങ്കിൽ അവൻ്റെ തറവാട് അവൻ്റെ വാപ്പയുടെയോ മറ്റോ മെമ്മോറിയലായിട്ടത് കൊടുക്കണം, ഇന്നയാളാണ് കൊടുത്തത് എന്നറിയണം. ഇങ്ങനെയൊക്കെ പേരിന് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി, അല്ലെങ്കിൽ അതിന്മേൽ പലകം എഴുതി വെക്കണം, ഇന്ന ആളുടേതാണിതെന്ന് പറഞ്ഞുകൊണ്ട്. കാരണം എന്താ? ജനങ്ങൾ ഇത് കണ്ടറിയണം ഇന്ന ആളുടേതാണെന്ന്. അതിൻ്റെ പ്രതിഫലം അത് വായിച്ചതോടുകൂടെ കഴിഞ്ഞു. നാളെ റബ്ബിൻ്റെ മുന്നിൽ ചെല്ലുമ്പോൾ ഒന്നും തന്നെ ഉണ്ടാകില്ല. ആ അവസ്ഥയിൽ അമലുകൾ നിഷ്ഫലമായി പോകുമോ? നമ്മൾ പേടിക്കണം പ്രിയപ്പെട്ടവരെ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടിയാകണം നമ്മുടെ പ്രവർത്തനം. നമ്മൾ പ്രവർത്തിക്കേണ്ടത് അതിനാ. അതുപോലെ നമ്മൾക്ക് ദേഷ്യം വരുമ്പോൾ അള്ളാഹുവിനെ പേടിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മറ്റുള്ളവർക്ക് ബാധിച്ചതുപോലെയുള്ള രോഗങ്ങൾ ബാധിക്കുമെന്ന് മഹാനായ റസൂലുള്ള പറഞ്ഞല്ലോ, എൻ്റെ ഉമ്മത്തിന് വരും എന്ന്. നിങ്ങൾ നോക്ക്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ഖുതുബയോടാണ്, ഖതബൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിന്നാസി അസ്റ യൗമിൻ മിനൽ അയ്യാം ഫകാന മിമ്മാ ഖാലഹു ലഹും ഇന്ന ബനി ആദമ ഖുലിഖു അലാ തബഖാത്തിൻ ശത്താ അലാ വ ഇന്ന മിൻഹുമുൽ ബത്തി അൽ ഗളബ് സരി അൽ ഫൈ വസ്സരി അൽ ഗളബി സരി അൽ ഫൈ വൽ ബത്തി അൽ ഗളബി ബത്തി അൽ ഫൈ ഫതിൽക ബിതിൽക അലാ വ ഇന്ന മിൻഹും ബത്തിഉൽ ഫൈ സരീഉൽ ഗളബി അലാ വ ഖൈറുഹും ബത്തിഉൽ ഗളബി സരീഉൽ ഫൈ വശർറുഹും സരീഉൽ ഗളബി ബത്തിഉൽ ഫൈ. ഇമാം തുർമുദി രേഖപ്പെടുത്തിയ ഹദീസാണ്. അഥവാ ഒരു ദിവസം അസ്ർ സമയത്ത് ജനങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ നേരത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നബി അവരോട് പറഞ്ഞ കാര്യങ്ങൾ പെട്ടതാണ് എന്ത്? അള്ളാഹുവിൻ്റെ റസൂല് പറയാണ്, ആദം സന്തതികൾ അഥവാ മനുഷ്യന്മാർ വിവിധ തരക്കാരായാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. വിവിധ തരക്കാരാണ്.
ഇന്ന ബനി ആദമ ഖുലിഖു അലാ തബഖാത്തിൻ ശത്താ. ആദം സന്തതികൾ വിവിധ തരക്കാരായാണ് സൃഷ്ടിക്കപ്പെട്ടത്. അറിയുക, സാവധാനം മാത്രം കോപം വരുന്നവരും വേഗം അത് ശമിക്കുന്നവരും അവരിലുണ്ട്. പെട്ടെന്ന് ദേഷ്യം പിടിക്കുക, എന്ത് പറഞ്ഞാലും വേഗം ദേഷ്യം പിടിക്കൂല, സാവധാനമേ അവർക്ക് ദേഷ്യം പിടിക്കുള്ളൂ. മുൻകോപികളല്ല അവർ. മാത്രമല്ല, നീ അഥവാ ദേഷ്യം പിടിച്ചാൽ തന്നെ പെട്ടെന്ന് ആ ദേഷ്യം ശമിച്ചു പോവുകയും ചെയ്യും. അതാണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്. അലാ വ ഇന്ന മിൻഹുമുൽ ബതീഉൽ ഗളബ് സരീഉൽ ഫൈ. സാവധാനം ദേഷ്യം പിടിക്കും, വേഗത്തിൽ ആ ദേഷ്യം അടങ്ങുകയും ചെയ്യും. അങ്ങനത്തവരുണ്ട്. അതുപോലെ തന്നെ വേഗം ദേഷ്യം വരികയും ശമിക്കുകയും ചെയ്യുന്നവരുമുണ്ട്. വസ്സരീഉൽ ഗളബി സരീഉൽ ഫൈ. വേഗം ദേഷ്യം പിടിക്കും, വേഗം തന്നെ ദേഷ്യം അടങ്ങും. അങ്ങനത്തവരും ഉണ്ട്. അതുപോലെ തന്നെ സാവകാശം കോപിക്കുന്നവരും സാവധാനം അത് ശമിക്കുന്നവരുമുണ്ട്. സാവധാനം ദേഷ്യം പിടിക്കും, സാവധാനം അത് ദേഷ്യം ആക്കം പോലെ പിടിക്കുള്ളൂ. എന്നാൽ പിടിച്ചു കഴിഞ്ഞാലോ അടങ്ങാനും കുറേ നേരം പിടിക്കും. അങ്ങനത്തവരുമുണ്ട്. എന്നാൽ അറിയുക, വേഗം അരിശപ്പെടുന്നവരും സാവകാശം ശമിക്കുന്നവരും മനുഷ്യരിലുണ്ട്. അതാ പറഞ്ഞത്, അലാ വ ഇന്ന മിൻഹും ബതീഉൽ ഫൈ സരീഉൽ ഗളബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. എന്നിട്ട് പറയുന്നു, നോക്ക് നിങ്ങൾ, അലാ വ ഖൈറുഹും ബതീഉൽ ഗളബി സരീഉൽ ഫൈ വശർറുഹും സരീഉൽ ഗളബി ബതീഉൽ ഫൈ. എന്നാൽ അവരിൽ ഏറ്റവും നല്ലവർ സാവധാനം കോപം വരികയും വേഗം ശമിക്കുകയും ചെയ്യുന്നവരാണ്. നമ്മൾ ആദ്യം പറഞ്ഞ വിഭാഗമാണ്. എന്നാൽ എളുപ്പം കോപിക്കുകയും മെല്ലെ മാത്രം ശമിക്കുകയും ചെയ്യുന്നവരാണ് ഏറ്റവും കൊള്ളരുതാത്തവർ. വേഗം ദേഷ്യം പിടിക്കും, എന്നാലോ സാവധാനം മെല്ലെ മെല്ലെ അത് ശമിച്ചു പോകുകയും ചെയ്യും. അങ്ങനത്തെ ആളുകളാണ് ചീത്തയാളുകൾ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാ, നമ്മൾ പ്രിയപ്പെട്ടവരെ ദേഷ്യം പിടിക്കാതെ നമ്മൾ കാക്കണം. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അല്ലാഹു തആല പറഞ്ഞു, അല്ലാഹ് പറയാണ്, മൻ ദക്കറനി ഹീന യഗ്ളബു ദക്കർതുഹു ഹീന അഗ്ളബു വല അംഹഖുഹു ഫീമൻ അംഹഖു. അല്ലാഹു അറിയിക്കുകയാണ്, അരിശം വരുമ്പോൾ എന്നെ ഓർക്കുന്നവനെ എനിക്ക് കോപമുണ്ടാകുമ്പോൾ ഞാനും ഓർക്കും. അവനെ ഞാൻ എൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് അകറ്റുന്നവരുടെ ഗണത്തിൽ പെടുത്തുകയില്ല. വല അംഹഖുഹു ഫീമൻ അംഹഖു. എൻ്റെ അനുഗ്രഹത്തെ അകറ്റി നിർത്തുന്നവരുടെ കൂട്ടത്തിൽ ഞാനോനെ പെടുത്തുകയില്ല. ആർക്കെങ്കിലും ദേഷ്യം പിടിക്കുമ്പോൾ എന്നെ ഓർത്താൽ മതി. അങ്ങനെ എനിക്ക് കോപം വരുമ്പോൾ ഞാൻ അവനെയും ഓർക്കും. മറ്റൊരു ഹദീസിൽ അല്ലാഹ് പറയാണ്, ഇദാ ഗളിബ അഹദുക്കും ഫൽയസ്കുത്. നിങ്ങളിൽ ആർക്കെങ്കിലും കോപം വന്നാൽ അവൻ മൗനം പാലിക്കട്ടെ. മൗനം പാലിക്കാനാണ് ഹബീബായ നബി തങ്ങൾ പറയുന്നത്. നമുക്ക് പ്രിയപ്പെട്ടവരെ, നാം നിൽക്കുമ്പോഴാണോ നമുക്ക് ദേഷ്യം വരുന്നത്, നാം ഇരിക്കണം. ഇരിക്കുമ്പോഴാണോ ദേഷ്യം പിടിക്കുന്നത്, നാം നിൽക്കണം. കോപം മടങ്ങും ആ നേരം. ഇങ്ങനെ നല്ല കാര്യങ്ങളിൽ ഏർപ്പെടാൻ, ചീത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ, അള്ളാഹുവിനെ ഓർക്കാൻ, അള്ളാഹുവിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതിനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുക. നമ്മുടെ സൽക്കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതാകട്ടെ. നന്മയുടെ വഴിയിലൂടെ നല്ലത് മാത്രം നമ്മൾ ചെയ്യുക. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ടാകണം അത് ചെയ്യേണ്ടത്. ഒരു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കുമ്പോഴും, പാവപ്പെട്ടവനൊരു വീടുണ്ടാക്കി കൊടുക്കുമ്പോഴും, പാവപ്പെട്ടവനൊരു കുടിവെള്ളം നൽകുമ്പോഴും, അവനൊരു പേപ്പർ ശരിയാക്കി കൊടുക്കുമ്പോൾ വരെ, ഇത് എനിക്കൊരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ വോട്ട് കിട്ടാൻ, അവൻ്റെ കുടുംബത്തിന് വോട്ട് കിട്ടാൻ, അതല്ലെങ്കിൽ ഞാൻ നല്ലത് ചെയ്തു എന്നുള്ളൊരു പ്രശംസ കിട്ടാൻ ഇതിനാകരുത്. എൻ്റെ റബ്ബ് ഇതിന് എനിക്ക് മതിയായ പ്രതിഫലം തരണം, അതിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നുള്ള നല്ല നീയത്തോടു കൂടെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് പ്രതിഫലം കിട്ടും. മാത്രമല്ല, ചിലപ്പോൾ നമുക്ക് തോന്നും, ചിലരൊക്കെ നല്ല പ്രവർത്തനം ചെയ്യുമ്പോൾ, അല്ലാഹ് എനിക്കതിനൊന്നും കഴിഞ്ഞില്ലല്ലോ, എനിക്ക് സമ്പത്തില്ലല്ലോ, അവർ ദാനധർമ്മങ്ങൾ കൊടുത്തല്ലോ പടച്ചോനെ, എനിക്കും അതുപോലെ മുതലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനും കൊടുക്കുമായിരുന്നല്ലോ
എന്ന് മനസ്സിലാക്കിയാൽ, അങ്ങനെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്കും പ്രിയപ്പെട്ടവരെ അത് കിട്ടും. അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു, എന്ത്? നീയത്തുൽ മുഅ്മിനി ഖൈറും മിൻ അമലിഹി, നീയത്തുൽ മുഅ്മിനി ഖൈറും മിൻ അമലിഹി. ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ നീയത്ത് അവൻ്റെ അമലിനേക്കാൾ ഖൈറാണ്. അവൻ മനസ്സിൽ നല്ല നീയത്താണ്, പക്ഷെ അവന് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അവനതിൻ്റെ പ്രതിഫലം കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ ചെയ്ത് നല്ല വഴിയിൽ സഞ്ചരിച്ച് നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ദാറുസ്സലാമിൽ പ്രവേശിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഒക്കെ ഉൾപ്പെടുത്തി തെരുമാറാകട്ടെ. അർഹമുർ-റാഹിമായ റബ്ബേ, നാട്ടിലൊക്കെയും പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന കൊറോണ പോലെയുള്ള രോഗങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളെയും കുടുംബത്തിനെയും ഞങ്ങളുടെ നേതാക്കന്മാരെയും പ്രസ്ഥാന ബന്ധുക്കളെയും ഞങ്ങളെ കൂട്ടുകാരെയും കുടുംബക്കാരെയും എല്ലാവരെയും കാക്കണം റഹ്മാനേ. മാറാത്ത രോഗങ്ങളെ തൊട്ടും പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടും കാക്കണേ റഹ്മാനേ. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസത്തിൽ മരണം വരെയും അടിയുറച്ചു നിന്ന് പ്രവർത്തിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ തമ്പുരാനെ. എല്ലാവിധ രോഗങ്ങളും ഞങ്ങൾക്ക് നീ ശിഫയാക്കി തരണം തമ്പുരാനെ. ഇസ്സത്തോടു കൂടെ ജീവിച്ച് ഈമാനോടുകൂടെ മരിക്കാൻ തൗഫീക്ക് നൽകണേ റഹ്മാനേ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഉസ്താദുമാർ, കൂട്ടുകാർ, കുടുംബക്കാർ എല്ലാവരുടെയും ഖബറുകളെ നീ സ്വർഗ്ഗപ്പൂങ്കാവനമാക്കണേ തമ്പുരാനെ. ലാലിമീങ്ങളുടെ ദുൽമിൽ നിന്ന്, ഹാസിദീങ്ങളുടെ ഹസദിൽ നിന്ന്, സാഹിരീങ്ങളുടെ സിഹിറിൽ നിന്ന് ഞങ്ങളെ കാക്കണേ റബ്ബേ. ഞങ്ങളെ കുടുംബങ്ങളെ കാക്കണേ റബ്ബേ. ഞങ്ങളെ സ്വത്തുക്കളെയും ഞങ്ങളുടെ സ്ഥാപനങ്ങളെയും ഒക്കെ കാക്കണേ റഹ്മാനേ. ആഖിർ സമാനിൻ്റെ ഫിത്നയിൽ നിന്ന് ഞങ്ങളെ കാക്കണേ റബ്ബേ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 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 അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം വസല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.